ഗൈസ്, ഇന്ന് നമ്മൾ നിസുവയിൽ മസ്കറ്റ് നൈറ്റ്സ് കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. നമ്മുടെ കൂടെ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സക്കിരിക്കയും റസീനത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് മൊബൈലിലോട്ടാണ്. അവിടെയാണ് ഇത്താത്തക്കൊക്കെ താമസിക്കുന്നത്. അങ്ങനെ അവിടെ പോയപ്പോൾ പഞ്ചൂസ് ഇതാ മദ്രസ വിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് പാർക്കിലോട്ടാണ്. പിന്നെ ഇത്താത്ത ഇക്കാക്ക എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിള്ളേർ ഇതാ കുറച്ചു നേരം പാർക്കിലൊക്കെ ഇരുന്ന് കളിച്ചു. ഇക്കാക്കയും കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ എന്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫ്ലവർ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ട് ഒരു 3-3:30 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വീക്ക് ഞങ്ങൾ ഉമ്മച്ചിയുടെ ബാബുജിയുടെ ഒപ്പം വന്നിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടാണ്ട് കുറെ കഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ മര്യാദക്ക് എൻജോയ് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണ നേരത്തെ വരാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു, ഒറിജിനൽ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ലേസർ ഷോ ഒരു വെറൈറ്റി ഐറ്റം തന്നെയായിരുന്നു. അതുകൂടാതെ തന്നെ കുറെ ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. പല പല സ്ഥലങ്ങളിലായിട്ട് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് എന്റർടൈൻമെന്റ്സ് ഉണ്ടായിരുന്നു. പെയിന്റിങ്സ് ആണെങ്കിലും പിന്നെ ഒമാനീസിന്റെ കൾച്ചറൽ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയായിരുന്നു. പിന്നെ ഗ്ലോബൽ വില്ലേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് പല പല രാജ്യങ്ങളുടെ ഫുഡ് ആയാലും അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് ആയാലും ഒക്കെ കാണാനും ട്രൈ ചെയ്യാനൊക്കെ പറ്റി. ശ്രീലങ്കൻ ഫുഡുകളൊക്കെ സാമ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യൻ ഫുഡിന്റെ അവിടെ ആയിരുന്നു കേട്ടോ ആളുകൾ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ അതാ ഡ്രോൺ ഷോ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഡ്രോൺ ഷോ ആണ് ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ച. മസ്കറ്റ് നൈറ്റ്സ് കാണാൻ പോയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയിക്കോളൂ. ഒറ്റ കാര്യം, നേരത്തെ എത്താൻ നോക്കുക, അത്ര തന്നെ. അപ്പൊ ഓക്കെ, ബൈ ബൈ.